ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ആക്രമണം ശക്തമാക്കി സിപിഎം. ഗവർണറുടെ നീക്കങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ അറിവോടെയാണെന്ന് എം.പി. ഗോവിന്ദൻ. തന്നെ ആക്രമിച്ചുവെന്ന് വരുത്തി തീർക്കുകയാണ് ഗവർണറെന്നും എം.പി. ഗോവിന്ദൻ പ്രതികരിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ പൂർണ്ണമായ പിന്തുണയോടുകൂടിയാണ് ഈ വിഡ്ഢിവേഷം യഥാർത്ഥത്തിൽ ഗവർണർ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിലവിട്ട നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നതെന്നും ഭരണഘടനാപരമായിട്ട് ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ ഭരണഘടന ബാഹ്യമായ രീതിയിലുള്ള ഇടപെടലുകളും സാധാരണ മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കുന്നതിന്റെ അപ്പുറത്തുള്ള നിരവധിയായ പ്രവർത്തനങ്ങളുമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മിഠായി തെരുവിൽ മിഠായിയും അതുപോലെ തന്നെ നമുക്കെല്ലാം അറിയുന്നതുപോലെ കോഴിക്കോടിന് അരുവയും ഒക്കെ വാങ്ങാൻ പോയ ചിത്രം നമ്മളെല്ലാം മനസ്സിലുണ്ട്. അതൊരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല, ഒരാളും വേണ്ടി വന്നില്ല. ഇവിടെ ഒരു കടയുടെ മുമ്പിൽ കയറി ഇരുന്ന് അവസാനം പത്രക്കാർ ഒരു 1000 രൂപ അവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞ് എന്തും ചെയ്യാന്നുള്ളതാണ്. ഒരു കാര്യം ഇപ്രാവശ്യം വ്യക്തമായിട്ടുണ്ട്. മാധ്യമങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരു കാര്യം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് എന്റെ വണ്ടിക്ക് അടിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞത് ശുദ്ധ കളവായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നതിൽ വലിയ ഒരു ഭാഗം കളവാണ് എന്ന് രാജ്യത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ്. SFIക്കാരും കരിങ്കൊടിയൊക്കെ വേറെ എവിടെയോ ആണ് ഉണ്ടായിരുന്നത്. അതിന് എത്രയോ ദൂരെയാണ് വാഹനം നിർത്തിയിട്ട് അദ്ദേഹം അങ്ങോട്ടേക്ക് പോയത്. ആക്രോശിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോയത് എത്രയോ ദൂരെയാണ്. അപ്പോൾ അവരാരും വാഹനത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടേയില്ല. അപ്പോൾ എന്നിട്ട് പറയാണ് എന്നെ ആക്രമിക്കാൻ വന്നിരിക്കുന്നു, അതുപോലെ തന്നെ എന്റെ കാറിന് അടിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള കളവാണ് പറയുന്നത്. ഗവർണറുടെയും രാജ്ഭവന്റെയും സുരക്ഷ CRPFന് കൈമാറിയ കേന്ദ്ര നടപടി ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണെന്നും LDF കൺവീനർ പി ജയരാജനും പ്രതികരിച്ചു. CRPFനെ രാജ്ഭവനിലേക്ക് അയച്ച നടപടി, കേരളത്തിലേക്ക് പോലീസിനെ അയച്ച നടപടി തികച്ചും ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ നഗ്നമായ ലംഘനമാണിത്. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്തൊരു സംഭവമാണ്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് ഒരു ഫോൺ വിളിയിൽ ഇവിടെ കേന്ദ്രസേനയെ രാജ്ഭവനിലേക്ക് അയച്ച നടപടി അങ്ങേയറ്റം അപലനീയമാണ്. ജനാധിപത്യ ഫെഡറൽ സംവിധാനങ്ങളുടെ ലംഘനമാണ്. സംസ്ഥാന ഗവൺമെന്റുകളുടെ അധികാര പരിധിയിലേക്കുള്ള അതിക്രമമാണിത്. എല്ലാ ജനാധിപത്യവാദികളും ഈ നീക്കത്തെ ശക്തമായി അപലപിക്കാൻ മുന്നോട്ടേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. CRPF വന്നാലും പ്രതിഷേധം തുടരുമെന്ന് തോമസ് ഐസക്കും പ്രതികരിച്ചു. ക്രമസമാധാന പാലനം സംസ്ഥാനത്തിന്റെ വിഷയമാണ്. BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പല രീതിയിൽ ക്രമസമാധാന പാലനത്തിലേക്ക് കൈകടത്താനുള്ള ശ്രമങ്ങൾ നടന്നു വരികയായിരുന്നു. അതിർത്തി പ്രദേശത്ത് അതിന് പ്രത്യേക നിയമത്തിന് തന്നെ അവർ രൂപം നൽകി. ഇപ്പോൾ അത് ചെയ്തിരിക്കുന്നതും കൃത്യമായിട്ടത് തന്നെയാണ്. ഒരു സ്റ്റേജ് മാനേജ് ഷോ പോലെ ഇരുന്നു ഞാൻ കണ്ടിട്ട്. കാരണം കുട്ടികൾ ദൂരെയാ, അവർ പ്രതിഷേധിച്ചു, ഇദ്ദേഹം അവരുടെ അടുത്തോട്ട് ചെല്ലുന്നത്. എന്നിട്ടും ഗവർണർക്കോ കാരണോ വല്ലതും സംഭവിച്ചു. അദ്ദേഹം അവിടെ കുത്തിയിരുന്നിട്ട് അവിടെ സംഘർഷം സൃഷ്ടിക്കാനുള്ള ശ്രമമായിരുന്നു. അദ്ദേഹം ഫോൺ വിളിക്കുന്നു. നാടകത്തിൽ ഫോൺ വിളി തീരുന്നതിന് മുമ്പ് CRPF എത്തുന്നു. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പരിഹാസ്യമായിട്ടുള്ള നാടകങ്ങളാണ്. അദ്ദേഹത്തിന്റെ പദവിക്ക് യോജിച്ച കാര്യങ്ങളല്ല. ഗവർണർ സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ഒരു പട നയിക്കുന്ന പോലെയാണ് ഇന്നിപ്പോ കേരളത്തില്. പക്ഷേ അതൊക്കെ ഭരണഘടന പറഞ്ഞിട്ടുണ്ട് ഗവർണറുടെ സ്ഥാനം എന്താണെന്നുള്ളത്. ഭരണഘടന പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ബാക്കിയില്ലാത്തിലും അലങ്കാരം മാത്രമാണ് ഗവർണർ പദവി. ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടൊരു സർക്കാരുണ്ട്, അത് അദ്ദേഹം ഓർക്കുന്നത് നല്ലത്. വിപുലമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായാണ് ഗവർണറുടെ നടപടിയെന്ന മന്ത്രി എം.പി. രാജേഷ്. കേരളത്തോട് പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് കേന്ദ്രം പെരുമാറുന്നത്. ഗവർണറുടെ നടപടിയടക്കം ഈ സാഹചര്യത്തിലാണ് കാണേണ്ടതെന്നും എം.പി. രാജേഷ് പ്രതികരിച്ചു. ഇത് ഒരു വിപുലമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്ന് എല്ലാവർക്കും അറിയാം. കേരളത്തെ അസ്ഥിരപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെന്റ് ശ്രമം നടത്തുകയാണ്. അതാണ് നമ്മളിതിനെ കാണേണ്ടത്.
കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിലെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനും കേരളത്തോട് തന്നെയുള്ള ഒരു പ്രതികാര ബുദ്ധിയോടെയും പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് സാമ്പത്തികമായിട്ട് കേരളത്തെ അവഗണിക്കുന്നതിലെന്നല്ല, അവഗണന എന്ന വാക്ക് അതിന് മതിയാവില്ല. സാമ്പത്തികമായിട്ട് കേരളത്തെ ഒരു ശത്രുതയോട് കൂടിയിട്ടാണ് കണക്കാക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്. അതുകൊണ്ടാണല്ലോ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് കേരളത്തിന് അർഹമായ വിഹിതം കിട്ടാൻ വേണ്ടി സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നത്. മുമ്പ് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ സാമ്പത്തിക ഉപരോധം കേരളത്തിന് മേൽ ഏർപ്പെടുത്തി ഞെരുക്കാൻ ശ്രമിച്ചിട്ടും വിജയിക്കാതെ വന്നപ്പോൾ മറ്റു തരത്തിലുള്ള ഭീഷണിയുമായി അസ്ഥിരപ്പെടുത്താനുള്ള നീക്കങ്ങളുമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് വരികയാണ്. അതിന് ഈ കാര്യങ്ങളെല്ലാം ആ നിലയിലാണ് കാണേണ്ടത്. റിപ്പോർട്ട്. ഗവർണർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നീക്കത്തിനാണ് CPM-ന്റെ തീരുമാനം. നേരത്തെ മുഖ്യമന്ത്രി രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും ഗവർണർക്കെതിരെ പരാതി പറഞ്ഞുകൊണ്ട് കത്തയച്ചപ്പോൾ അപ്പോൾ തന്നെ ഗവർണർ തിരിച്ചു വിളിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചവർ CPM-ലുണ്ട്. എന്നാൽ അതിന് സമയമായിട്ടില്ല, അടുത്ത ഘട്ടമായി നോക്കാമെന്നാണ് മുഖ്യമന്ത്രി അന്ന് നിലപാടെടുത്തത്. പക്ഷേ ഇനി അങ്ങോട്ട് അത്തരം കാര്യങ്ങളിലേക്കും CPM-ന്റെ ചിന്തകൾ പോകും. ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ ഗവർണർ തിരിച്ചു വിളിക്കണമെന്ന ആവശ്യം ആ രീതിയിൽ ചർച്ച ചെയ്യാൻ ആലോചനയുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. കാരണം ഗവർണർ എല്ലാ സീമകളും ലംഘിച്ച് എല്ലാ പരിധികളും ലംഘിച്ചാണ് സംസ്ഥാന സർക്കാരിനെതിരെ നീങ്ങുന്നത്. ഇന്നലെ നിലവിലുണ്ടായ സംഭവം, അതിനുശേഷം സംസ്ഥാനത്തിന്റെ അനുമതിയില്ലാതെ, സംസ്ഥാനത്തെ അറിയിക്കാതെ CRPF സേന ഗവർണറുടെ സുരക്ഷ ഏറ്റെടുത്തതുമൊക്കെ ഭരണഘടനാ തത്വങ്ങൾക്കും ഫെഡറൽ സംവിധാനത്തോടുമുള്ള വെല്ലുവിളിയായി, അതിലേക്കുള്ള അതിക്രമമായി CPM നേതൃത്വം കാണുന്നു. ഗവർണറെയും കേന്ദ്ര സർക്കാരിനെയും BJP സർക്കാരിനെയും വേറിട്ടല്ല CPM നേതൃത്വവും ഇടതുമുന്നണിയും സർക്കാരുമൊക്കെ കാണുന്നത്. രണ്ടും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളെന്ന രീതിയിൽ CPM വിലയിരുത്തുകയാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കുമെതിരെയുള്ള പോരാട്ടം ഒറ്റ പോരാട്ടമായി മാറ്റി അത്തരമൊരു നീക്കത്തിനാണ് CPM-ന്റെ ഇപ്പോഴത്തെ ആലോചന. കേന്ദ്രവിരുദ്ധ സമരം 8-ാം തീയതി ഫെബ്രുവരി 8-ന് ഡൽഹിയിൽ നടക്കുമ്പോൾ സ്വാഭാവികമായും ഗവർണറുടെ നീക്കങ്ങളും അതൊരു ചർച്ചാ വിഷയമായി മാറും. അവിടെ പുറത്തുനിന്നുള്ള, അതായത് മറ്റ് സംസ്ഥാനങ്ങളിലെ BJP ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ നേതാക്കളെയും ഒക്കെ പങ്കെടുപ്പിക്കാൻ CPM ശ്രമം നടത്തുന്നുണ്ട്. കേന്ദ്ര നേതൃത്വം അതിനുള്ള പിന്തുണ നൽകുന്നുണ്ട്. അവിടെ കൂടി ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരും. മറ്റ് സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ ഉപയോഗിച്ച് ഭരണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഇവിടെയും അത്തരം നീക്കങ്ങൾ നടത്തുന്നു എന്നത് ദേശീയ വ്യാപകമായി പ്രചരിപ്പിക്കാനാണ് CPM-ന്റെ തീരുമാനം. ഇന്ന് ഇവിടെ ചേരുന്ന, അതായത് വെളുപ്പിശാല EMS അക്കാദമിയിൽ ചേരുന്ന CPM കേന്ദ്ര കമ്മിറ്റി യോഗം, 3 ദിവസമായി ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിലും പ്രധാന ചർച്ചാ വിഷയമായി ഇക്കാര്യം മാറും. ഗവർണർക്കെതിരെയുള്ള നീക്കങ്ങളിൽ നേരത്തെ തന്നെ കേന്ദ്ര നേതൃത്വം നിലപാട് വ്യക്തമാക്കിയതാണ്. കുറച്ചുകൂടി കടുത്ത നിലപാടിലേക്ക് പോകാൻ സംസ്ഥാന നേതൃത്വത്തോട് കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെടാൻ തന്നെയാണ് സാധ്യത. ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന ആവശ്യം സംസ്ഥാനം ഉന്നയിച്ചാലും കേന്ദ്രം അത് ചെയ്യില്ല എന്ന് CPM ഉറപ്പിക്കുന്നു. പക്ഷേ രാഷ്ട്രീയമായ ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ, രാഷ്ട്രീയമായത് ചെയ്തുവെന്ന് വരുത്തി തീർക്കാനെങ്കിലും അത്തരം നീക്കം ആവശ്യമാണെന്ന വികാരം CPM-ൽ ശക്തമാകുന്നു. കേന്ദ്ര കമ്മിറ്റി യോഗത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളായത് മാറുമ്പോൾ സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ഗവർണർക്കെതിരെ കടുത്ത ചില നീക്കങ്ങൾക്ക് CPM തയ്യാറാകും. CRPF സേന വന്നാലും SFIയുടെ സമരം തുടരും. ശക്തമായ പ്രക്ഷോഭത്തിന് തന്നെയാണ് SFI തീരുമാനമെടുക്കുന്നതിന് CPM-ന്റെ പൂർണ്ണ പിന്തുണ SFIയുടെ നീക്കങ്ങൾക്കുമുണ്ട്. CRPF-നെ കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം സേനയെ അവഹേളിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി V. മുരളീധരൻ. രാഹുൽ ഗാന്ധി, വെള്ളാപ്പള്ളി നടേശൻ, അമൃതാനന്ദമയി എന്നിവർക്കെല്ലാം സംരക്ഷണം നൽകുന്നത് CRPF ആണ്. ആ സേനയാണ് RSSകാർക്ക് സംരക്ഷണം നൽകാനുള്ള സേനയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. പരാമർശം മുഖ്യമന്ത്രി പിൻവലിച്ച് മാപ്പ് പറയണമെന്നും V. മുരളീധരൻ പറഞ്ഞു. കരിങ്കൊടി കാട്ടിയതിൽ പ്രതിഷേധിച്ച് ഗവർണർ തെരുവിലിരുന്നത് മോശപ്പെട്ട കാര്യമെന്ന് K. മുരളീധരൻ. ഗവർണർ പക്വതയോടെ വിഷയം കൈകാര്യം ചെയ്യണമായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റിയാലും അടുത്ത വരുന്ന ആളും ഇതുപോലെ തന്നെയാകും. ആര് വന്നാലും കണക്കാണെന്നും K. മുരളീധരൻ പ്രതികരിച്ചു. ഗവർണർ ഇങ്ങനെ റോട്ടിൽ കസാലിയിട്ടിരിക്കേണ്ട ഒരു സ്ഥാനമല്ല ഗവർണർ എന്ന് പറയുമ്പോൾ. അദ്ദേഹം ഭരണത്തലവനാണ്. ആ നിലയിൽ കുറെ കൂടെ കാര്യങ്ങൾ പക്വതയോടെ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു. അതിനു പകരം തെരുവിൽ നടത്തിയ ഇന്നലത്തെ ആ കാര്യം അത് വളരെയധികം മോശമായിപ്പോയി. അതൊരു ഗവർണറുടെ പദവിക്ക് ചേർന്നായിരുന്നു. അതോടൊപ്പം തന്നെ ഈ നിരന്തരം കരിങ്കൊടി കാണിക്കുന്ന ഏർപ്പാടും ശരിയല്ല. ആദ്യത്തെ 2 തവണ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തി എന്ന് ചോദിച്ചാൽ എല്ലാ ദിവസവും കരിങ്കൊടി കാണിക്കാൻ ഇറങ്ങിയാൽ അതൊരു മോശപ്പെട്ട ഏർപ്പാടാണ്. അപ്പോൾ 2 ഭാഗത്തും തെറ്റുണ്ട്. ഗവർണർ ചെയ്യുന്നതും തെറ്റാണ്. കരിങ്കൊടി കാണിക്കാൻ അയക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാടും തെറ്റാണ്. അത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ട് തന്നെ അയക്കുന്നത്, അല്ലാതെ ഒന്ന് SFIക്കാരും DYFIക്കാരും പോയിട്ട് കരിങ്കൊടി കാണിക്കുന്നില്ല. സംഭവം കേരളത്തിനെ സംബന്ധിച്ച് നാണക്കേടാണ് ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് എന്താ കാര്യം? ഇതിനേറെ മോശം ഗവർണർ വരും.
ഇനി ചിലപ്പോൾ പക്കാ സംഘീകാരണ ഗവർണറാക്കി അയക്കും. ഈനാം പേച്ചി പോയിട്ട് മരപ്പെട്ടി വരുന്ന പോലെ ഇരിക്കും. അതോടെ അത് അവർ തമ്മിൽ തീരുമാനിച്ചോട്ടെ ഗവർണർ തിരിച്ചു വിളിക്കണോ വേണ്ടെന്നുള്ളത്. ഞങ്ങൾക്ക് ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. ഞങ്ങൾക്കെല്ലാം കണക്ക് തന്നെ. മോഡിയുടെ ഏത് ഗവർണർ വന്നാലും ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ.